65 വയസ്സിന് മുകളിൽ പ്രായമുള്ള തീർത്ഥാടകരോടൊപ്പം ഒരാൾ കൂടി ഉണ്ടാകണമെന്ന 2025 ഹജ്ജ് നയത്തിന് അംഗീകാരം. സ്വകാര്യ ഗ്രൂപ്പുകളുടെ ഹജ്ജ് ക്വാട്ട 30% പുനഃസ്ഥാപിച്ചു. ജിദ്ദയിലെ ഇന്ത്യൻ കോൺസുൽ ജനറലിന് ജിദ്ദ ഇന്ത്യൻ മീഡിയ ഫോറവും ഗുഡ്വിൽ ഗ്ലോബൽ ഇനിഷ്യേറ്റീവും യാത്രയയപ്പ് നൽകി. ഹജ്ജ് നയങ്ങളിൽ സുപ്രധാനമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് 2025 ഹജ്ജ് പോളിസിക്ക് കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രാലയം അംഗീകാരം നൽകിയതായി ജിദ്ദയിലെ ഇന്ത്യൻ കോൺസുൽ ജനറൽ മുഹമ്മദ് ഷാഹിദ് ആലം അറിയിച്ചു. 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള തീർത്ഥാടകരോടൊപ്പം നിർബന്ധമായും ഒരാൾ കൂടെ വേണമെന്നതാണ് പ്രധാനപ്പെട്ട ഒരു മാറ്റം. നേരത്തെ ഇത് 70 വയസ്സായിരുന്നു. 65 മുകളിൽ പ്രായമുള്ള മഹ്റമില്ലാത്ത സ്ത്രീകളോടൊപ്പവും 40-നും 60-നും ഇടയിൽ പ്രായമുള്ള ഒരു സ്ത്രീ നിർബന്ധമാണെന്നും ജിദ്ദ ഇന്ത്യൻ മീഡിയ ഫോറം അംഗങ്ങളുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ കോൺസൽ ജനറൽ പറഞ്ഞു. Considering the inclement weather condition here and high heat temperature, then we discussed very seriously about the medical welfare of our pilgrims, and finally it has been decided that the age limit will be like 65. So 65 years and above, is above there, they should be having a able-bodied companion. സ്വകാര്യ ഗ്രൂപ്പുകളുടെ ഹജ്ജ് കോട്ട 30% പുനഃസ്ഥാപിച്ചു. കഴിഞ്ഞ 2 വർഷങ്ങളിലും ഇത് 20%. ഇതുപ്രകാരം 1.25 ലക്ഷം ഇന്ത്യൻ തീർത്ഥാടകരിൽ 52,500ഓളം തീർത്ഥാടകർ സ്വകാര്യ ഗ്രൂപ്പുകൾ വഴി അടുത്ത വർഷം ഹജ്ജ് നിർവഹിക്കും. തീർത്ഥാടകരുടെ സേവനത്തിനായി അടുത്ത വർഷം 150 തീർത്ഥാടകർക്ക് ഒരാൾ എന്ന തോതിൽ ഖാദിമുൽ ഹുജ്ജാജ് ഇന്ത്യയിൽ നിന്നെത്തും. കഴിഞ്ഞ ഹജ്ജിന് ഇത് 200 തീർത്ഥാടകർക്ക് ഒരാൾ എന്ന തോതിലായിരുന്നു. കോഴിക്കോട്, കൊച്ചി, കണ്ണൂർ ഉൾപ്പെടെ 20 എംബാർക്കേഷൻ പോയിന്റുകളാണ് അടുത്ത വർഷം ഉണ്ടാവുകയെന്നും ഹജ്ജ് പോളിസി പറയുന്നു. ഔദ്യോഗിക കാലാവധി പൂർത്തിയാക്കി മടങ്ങുന്ന കോൺസുൽ ജനറലിന് ജിദ്ദ ഇന്ത്യൻ മീഡിയ ഫോറവും ഗുഡ്വിൽ ഗ്ലോബൽ ഇനീഷ്യേറ്റീവും യാത്രയയപ്പ് നൽകി. മീഡിയ ഫോറത്തിനു വേണ്ടി ഇബ്രാഹിം ഷംനാടും GGAയ്ക്ക് വേണ്ടി ഹസൻ ചെറുപ്പയും മെമന്റോ നൽകി. ജലീൽ കണമകലം, 24 ജിദ്ദ.